കാലത്തെ ഒരു ന്യൂസ് വന്നിരുന്നു, അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. നമസ്കാരം. അരുണിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ. അരുണിൻ്റെ അച്ഛൻ ഐസിയുലാണുള്ളത്, കോഴിക്കോട് സാറിന് ഹോസ്പിറ്റലിൽ. അമ്മ വീട്ടിലുള്ളത് കയ്യും കാലൊക്കെ പൊട്ടിയിട്ട് വീട്ടിലെത്തിക്കുന്ന കേട്ടത്. ജസ്നേൻ്റെ വീട്ടു താമസത്തിന് പോകുമ്പോൾ ആണ് പറ്റിയെന്നാണ് കേട്ടത്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് പറ്റിയത്. അച്ഛനേശം കെട്ടിക്കലാന്നൊക്കെയാണ് കേട്ടത് അരുണിൻ്റെ. മോൻ ചെയ്ത ഇതിന് വേണ്ടിയിട്ട് ആരാണ്ട് എടുത്തിട്ട് 6ാം പേര് ഇതൊക്കെ ഊക്കി വിട്ടുകൊടുത്ത് തന്ത ഹോസ്പിറ്റലിൽ, അതും ICUവിൽ. ഇതിപ്പോൾ ഒരു വീഡിയോ, ഒരു വോയിസ് കേട്ട ഉടനെ ഇനി അതും കൊണ്ട് ഞാൻ വന്നതാണെന്നൊന്നും പറയരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ച് ചോദിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടേ ചുമ്മാ ഒന്ന് വിളിച്ച് ചോദിച്ചതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുള്ള അധികാരികളുടെ ഉത്തരവും ഏകദേശം സെയിം തന്നെയായിരുന്നു. അവർ പറഞ്ഞത് അത് തന്നെയാണ്. കേൾക്കാം. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയിലേക്ക് സ്വാഗതം. ക്വാളിറ്റി ആവശ്യങ്ങൾക്കായി ഈ കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടേക്കാം. ഡോക്ടർ അപ്പോയിന്റ്മെന്റിനായി ഒന്നമർത്തുക. ഞാൻ 2 അമർത്തി. ഒരു സീരിയസ് കേസ്. താങ്കൾ ക്യൂവിലാണ്, ദയവായി ഹോൾഡ് ചെയ്യുക. ഓപ്പറേറ്റർ താങ്കളെ സഹായിക്കുന്നതാണ്. സഹായിക്കണം. You are in queue. Continue to hold. Our operator will assist you shortly. താങ്കൾ ക്യൂവിലാണ്, ദയവായി ഹോൾഡ് ചെയ്യുക. ഓപ്പറേറ്റർ താങ്കളെ സഹായിക്കുന്നതാണ്. ശരി ശരി ശരി, സഹായിക്കണം. പക്ഷെ You are in queue. Please continue to hold. നീ പെണ്ണപ്പള, നീ ക്യൂ ഒന്ന് വിട്. Will assist you shortly. താങ്കൾ ക്യൂവിലാണ്, ദയവായി ഹോൾഡ് ചെയ്യുക. ഓപ്പറേറ്റർ താങ്കളെ സഹായിക്കുന്നതാണ്. അത്രേ ഉള്ളൂ, സഹായിച്ചാൽ മതിയായിരുന്നു. You are in queue. വീണ്ടും Please continue to hold. Our operator will assist you shortly. ഹലോ, കൗമുദി ഹോസ്പിറ്റൽ. മാഡം, ബഷീർ എന്നൊരാൾ ആക്സിഡന്റിൽ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ? ബഷീറോ? അതെ. വീണ്ടും ക്യൂ. മ്യൂസിക് ഒന്നും കേൾക്കണ്ട. ഹലോ ഹലോ മാഡം, ബഷീർ എന്നൊരാൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഐ മീൻ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു കേട്ടു. നോക്കിയിട്ട് പറയും കൊച്ചി. നോക്കാൻ പോയതാ. നോക്കിയിട്ട് വാ കൊച്ചേ, സമയമില്ല നമുക്ക്. അതെ, ഐസിയിലാണോ? എന്താ ആക്സിഡന്റ് അല്ലേ? അടി കൊണ്ട് പോയി കിടക്കുന്നത്. ബഷീർ എന്നല്ലേ പേര്? വെന്റിലേറ്ററിലാണല്ലേ? വെന്റിലേറ്ററിലാണോ? അപ്പൻ ICUവിലാണെന്നാണ് കാണിക്കണെന്നാണ് കൊച്ചു പറഞ്ഞത്. അപ്പം ഞങ്ങൾ പോയി, ഇതൊക്കെ എന്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കേൾക്കരുത്. അപ്പം ഞാൻ എന്തായാലും ഈ വിഷയം ഓൾ അറിഞ്ഞോ, ഓൾ അവിടെ ഉണ്ടോ, ഓൾ എന്ത് ചെയ്യണമെന്ന് കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കി. ലാസ്റ്റ് ഇട്ടത് നോക്കി, ലൈവ് എങ്ങാനും ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, 3 ദിവസം മുമ്പുള്ള ലൈവേ ഉള്ളൂ. വീഡിയോസ് എന്തെങ്കിലും 1 മണിക്കൂർ മുമ്പ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് കാണാമല്ലോ. ഇസ്ലാമൊക്കെ വിട്ടുള്ള ഇതൊക്കെ എടുത്ത് വെക്കുന്നു കേട്ട്. അങ്ങനെ വാപ്പിക്ക് സുന ഉണ്ടാക്കുകയാണ്. ഇതിന് മുമ്പ് ഒരെണ്ണമുണ്ട്, 2 മണിക്കൂർ മുമ്പ് ഇട്ടത്. നേരത്തെ ഞാൻ ഇവനെ നോക്കി നടക്കില്ല. അപ്പൊ ഷാന് പറഞ്ഞു കലവറേന്ന് ഇവന് പോരാൻ നേരം കിട്ടുന്നില്ല. ഇന്നലെ ഒരു പെട്ടീനെ പോലെ പണിയെടുത്തതാണ് എന്ന് പറയണം. അതായത് അപ്പനെ നാട്ടുകാരടിച്ച് ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുകയാണ്. പക്ഷേ മോൻ അവിടെ പോയി നിന്നുകൊണ്ട് പഞ്ചാര അല്ല, നമ്മൾ ഇതിനേതൊക്കെ പറയണം. അല്ലടാ, ആരാടാ ഇപ്പം എൻ്റെ അപ്പനെ കിട്ടി ഇടി ഇത്ര ഇടിച്ചത്? ഏതായാലും ICUവിൽ കിടക്കുന്ന അപ്പന് മര്യാദ കൊടുത്തുകൊണ്ട് അക്കനും അക്കച്ചിയും കൂടെ നിരന്തരം വീഡിയോസ് ഇടുന്നുണ്ട്.
സഹതാപ തരംഗത്തിന് ചാൻസ് ഉള്ള ഒരു കാര്യം കിട്ടിയിട്ടും നിനക്കത് പ്രയോജനപ്പെടുത്താൻ അറിയാതെ പോയല്ലോടി. കിണ്ണന് വേണ്ടിയിട്ട് കളിച്ച കളിക്ക് ദൈവം പണി കൊടുക്കുന്നത് അപ്പനിക്കാണല്ലേ. അമ്മച്ചിയുടെ കയ്യാമലൊക്കെ പോയെന്ന് കേട്ട് ആരുടെ അടിച്ചത്? ആരണ്ട് നല്ല പണി തന്നതായിരിക്കും. എടുത്തിട്ട് ആറമ്പ് നോക്കി അടിച്ച് ആലവ് പൊട്ടിച്ച് അവിടെ കൊണ്ട് ഇട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. അപ്പന് മരണവേദന, മകനിക്ക് വീണ വായന എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പനവിടെ വയ്യാണ്ട് കിടക്കുകയാണ്. വയ്യാണ്ടെന്നല്ല, ആരണ്ട ഇടിച്ച് എത്രയേ പൊട്ടലുണ്ട്, 3 or 4 പൊട്ടലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുകയാണെന്നൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന റിപ്പോർട്ട്. മകൻ ഇവിടെ കൂത്തടിച്ച് നടക്കുകയാണ്. എന്തായാലും കൊള്ളാം, കേട്ടപ്പോൾ സങ്കടം തോന്നി കേട്ടോ, കഷ്ടം തോന്നിയിട്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? പാവമല്ലേ മനുഷ്യൻ. അല്ല, എൻ്റെ അമ്മയ്ക്ക് 2 കിട്ടണമായിരുന്നു. റിവേഴ്സ് ആയിരുന്നു, ഞാൻ കുറച്ചുകൂടെയൊക്കെ സന്തോഷിച്ചേനെ. സത്യമായിട്ട് സന്തോഷിക്കും. കാരണം ആ സ്ത്രീക്കാണ് 2 പറ്റിക്കേണ്ടത്. ഇങ്ങനെ ഒരു വിടലേ ഉണ്ടാക്കിയതിന് നാട്ടിലുള്ള മനുഷ്യരെ മുഴുക്കെ കണ്ട വൃത്തികേട് പറയണ വൃത്തികെട്ടവൻ. നിനക്ക് നാണമില്ലേടാ? അവൻ തന്നെ പറയുന്നുണ്ട് അവനെ പട്ടിയെ പോലെ ഇട്ട് ജോലി എടുപ്പിക്കാമെന്ന്. ഡാ, അവൾ കൊണ്ടു കിടക്കണം എന്തിനാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായില്ലേ. 1 മണിക്കൂർ ഇടവിട്ട് നല്ല സൂപ്പർ വീഡിയോസ് അങ്ങനെ ഇടുകയാണ്, ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. നിൻ്റെ അപ്പനിക്ക് എന്ത് പറ്റിയാൽ എന്ത്, പറ്റിയില്ലെങ്കിൽ അവക്കെന്ത്. ഇത്രയേ ഉള്ളൂ. അവനവന് വരുമ്പം അവൻ്റെ വേദന മനസ്സിലാകുമെന്നുള്ളത് തെളിയാൻ ഒരു സാഹചര്യമാണ് ഈ ഉള്ളത്. നീയാണ് ഗുണ്ട. കേസ് ആരവർക്ക്? നിനക്കാണ്. ഗുണ്ടയെന്ന് വേറെ ആർക്ക്? നിനക്കാണ്. ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്താണ്? നിനക്കാണ്. നിൻ്റെ സർട്ടിഫിക്കറ്റിനാണ് പ്രശ്നങ്ങളൊക്കെ വന്നത്. ആകെ മൊത്തത്തിൽ നിന്നെ മുൻനിർത്തി നിന്നെ ഉപയോഗിച്ച് അവൾ സ്കോർ ചെയ്യണമെന്നുള്ളതാണ്. അവളുടെ ടൈം ലൈൻ പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. നീണാൽ വാഴട്ടെ. നല്ലത് ചെയ്തവർക്ക് നന്മ വരും, മോശം ചെയ്യുന്നവർക്ക് അങ്ങനെ വരുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്നുകൊണ്ട് ഒരു പാവ സ്ത്രീയെ, അതും മക്കളുണ്ടാകാത്ത അവരുടെ ഏറ്റവും വിഷമമായ ഒരു ഘട്ടത്തിനെ അവക്ലേളിക്കുക മാത്രമല്ല, തല്ലാൻ കയ്യോങ്ങിയ വൃത്തികെട്ടവനാണ് നീ. ഗുരുവായൂരപ്പൻ എന്തായാലും അത് കാണുന്നുണ്ടാവത്തില്ലേ. ആ കാഴ്ചയുടെ മറുപടിയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ് വസ്തുത. ഏതായാലും എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർക്ക്? നിൻ്റെ അമ്മയ്ക്ക്. അച്ഛൻ്റെ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള തീരുമാനത്തിൽ കിടക്കുകയല്ല. വാപ്പ വയ്യാണ്ട് അവിടെ കിടക്കുമ്പോഴെങ്കിലും ഒരു 5 പൈസയ്ക്ക് അടങ്ങാൻ പറ നിൻ്റെ എന്തിരിച്ചിയോട്. ഒന്നുമില്ലെങ്കിൽ നിന്നെ സഹോദരൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കാമുക വ്യവസ്ഥയെ കൊണ്ട് നടക്കുന്ന ആളല്ലേ. അറ്റ്ലീസ്റ്റ് വീട്ടിലൊരാൾക്ക് ഒരു അപകടം വന്നാലെങ്കിൽ 5 പൈസയ്ക്ക് ഒരു പൊടിക്ക് അടങ്ങിക്കൂടെ. എന്തൊരു കാണിപ്പാണ്, എന്തൊരു തുള്ളക്കമാണ്. തട്ടൊക്കെ ഊരിയെടുത്ത് അങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ എന്തെന്നോ സാധിച്ചെന്നുള്ള അവർ വെപ്രാളോട് ഇവർ വന്ന് രഹസ്യം കുഞ്ഞു ആവേന്നാ വിചാരം. ഇനി വീട്ടിലൊരാൾക്കൊരു അപകടം വന്നാൽ നമ്മൾ കാണിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. ആ മര്യാദയില്ലാത്ത നിൻ്റെ ആ കൊനസ്റ്റ് ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ കുറേ പേര് ചോദിച്ചിട്ട് ഒരാളുടെ അപകടത്തിൽ എനിക്ക് അവരെ പേഴ്സണലി അറിയുക പോലുമില്ല. പക്ഷേ എൻ്റെ മകൻ ഇതുപോലെ സ്ത്രീകളെ അവഹേളിക്കുകയും മോശപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും പോയി വിലക്കും. എന്തുകൊണ്ടെന്നറിയാമോ? കാരണം ഇവറ്റകൾ ചെയ്യുന്ന തെറ്റിൻ്റെ പാപം അനുഭവിക്കേണ്ടി വരിക നമ്മളായിരിക്കും. നമ്മളോ നമ്മളുടെ കുഞ്ഞുങ്ങളോ ഒക്കെ ആയിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അതുണ്ടാകാതിരിക്കാൻ മക്കൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ വിലക്കുക തന്നെ വേണം. അനിവാര്യമായ കാര്യങ്ങളാണ്. അത് ചെയ്തില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നന്നായി വരട്ടെ, രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. പക്ഷെ രക്ഷപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. ഈ മോൻ്റെ കൂടെയുള്ള ദേഷ്യം കാരണം തന്തയ്ക്കും തള്ളയ്ക്കും തന്നെ റോഡിലിട്ട് അടി കിട്ടും എന്നുള്ളതാണ്. ആരണ്ട് അടിച്ച് ഓടിച്ച് പൊട്ടിച്ച് കൊണ്ട് IC ഇട്ടിട്ടുണ്ട്. മോൻ ഇവിടെ ലവളുമായിട്ട് അങ്ങ് തുള്ളി കളിയുക. അയ്യോ, കുട്ടിയെ കൊണ്ട് നടക്കുകയാണ് ഒരു കുട്ടി മോൻ. കുഴപ്പമില്ല. ഇനിയിപ്പം ചിലപ്പം വീഡിയോ കൂടുതൽ ഇടേണ്ടി വരും മോളെ. 2-3 കണ്ണൻ്റെ ഫോട്ടോ 2-3 എക്സ്ട്രാ വിൽക്കേണ്ടിയും വരും. എന്തിനെന്നറിയാമോ? ഞാൻ ആശുപത്രിയിലൊക്കെ നല്ല കാശാവും. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഫ്രീ ആണെന്ന് തോന്നുന്നു അല്ലേ? ഏതായാലും എൻ്റെ ഹൃദയംഗമമായ വിഷമം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ മലയാളീകരണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കണ്ടോളൻസ് അല്ല, ഐ മീൻ എനിക്ക് വളരെ ഖേദം തോന്നി. ആ ഖേദം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ആക്സിഡൻറ്റിലാണെങ്കിലും ഇനി ആരെങ്കിലും തല്ലി ഓടിച്ചതാണെങ്കിലും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരട്ടെ. എന്തുകൊണ്ട് ഈ വീഡിയോ എന്നാൽ, നടന്നു നിൽക്കുന്നൊരു വ്യക്തി വീഴുമ്പോൾ അവരെ നോക്കി കളിയാക്കുന്നൊരു രീതിയുണ്ട്. അതെത്രത്തോളം വേദനിപ്പിക്കുന്ന ഒന്നാണെന്ന് നിന്നിലൂടെ ജനം അറിയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കുറി തെറ്റി എൻ്റെ അപ്പനിൽ കിട്ടി എന്നേ ഉള്ളൂ. അപ്പം നടന്നെഴുന്നേക്കാൻ കുറേ സമയം പിടിക്കും. മകനത് കാണാം. ആ കാഴ്ച മകൻ കാണണം. മകൻ്റെ ഒപ്പം ആ യന്ത്രത്തെയും കാണണം. പറ്റുമെങ്കിൽ ആ യന്ത്രത്തിക്കും അങ്ങനെ ഉണ്ടാകണം. ഞാൻ ആഗ്രഹിക്കുന്നതാണ് ആത്മാർത്ഥമായി. ചട്ടുകാലിയെന്ന് വായ്കൂസാതെ വിളിക്കുന്ന നിനക്കൊക്കെ അങ്ങനെ തന്നെ കിട്ടട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ. ദ്രോഹമുണ്ടെങ്കിൽ ദ്രോഹം. അങ്ങനെ ഒരാളെയും അവസ്ഥ കേടി കളിയാക്കാൻ നിൽക്കരുത്. ആ കളിയാക്കലിന് ഇങ്ങനെയും ചില മറുപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ അവസ്ഥ വേറെ ആൾക്ക് വരരുത് എന്നുള്ളതാണ്. അത് ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എന്താണെന്നറിയാമോ? നമ്മൾ ഓടിച്ചാടി നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പരസഹായത്തിന് വേണ്ടി കേഴുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമ്പോൾ
ഉണ്ടാകുന്നൊരു മാനസിക പ്രയാസമുണ്ടല്ലോ. കൈയൊന്ന് പൊങ്ങുമെങ്കിൽ കഴുത്ത് മുറിച്ച് മരിക്കണമെന്ന് തോന്നുന്നൊരവസ്ഥയുണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്, ഭയാനകവും ഭീകരവുമാണ്. അങ്ങനെ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. അങ്ങനെയൊന്നും വരാതെ രക്ഷപ്പെട്ടു വരട്ടെ. ഒരല്പം അടങ്ങുന്നത് നല്ലതായിരിക്കും. ഒരാളെ 2 പേരെയൊന്നും അല്ലല്ലോ, എത്ര പെണ്ണുങ്ങളെ എടുത്ത് വെച്ച് അവഹേളിക്കുന്നത്. സ്ത്രീകളുടെ കണ്ണീരിൻ്റെ വാല്യൂ എന്താണെന്നറിയാമോ? എന്തൊരുത്തി ഒന്നിനും കൊള്ളാത്ത ഒരുത്തിയും കൊണ്ട് നടന്നിട്ട് അവൾക്ക് വേണ്ടി ലോകത്തുള്ള പെണ്ണുങ്ങളെ വെല്ലുവിളിക്കുമ്പോഴും തോന്നിവാസം പറയും, പെറ്റ മകൻ്റെ ഒപ്പം പോക്കൃത്തരം പറയുകയൊക്കെ ചെയ്യുന്ന നിനക്ക് ഇതൊന്നും പോരാ എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.